നമ്മൾ പാലക്കാട്ടെ കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. കോടികൾ ഉപയോഗിച്ചാണ് ഈ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നിർമ്മിച്ചത്. എന്നിട്ട് അതൊന്ന് കാണാൻ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് പാലക്കാട് KSRTC ബസ്സിൽ ഈ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും സ്റ്റാൻഡിലെ ശൗചാലയം യാത്രക്കാർക്ക് തുറന്നു നൽകിയിട്ടില്ല. അധികൃതർ പറഞ്ഞ വാക്ക് പാലിക്കാത്തതിനാൽ സ്റ്റാൻഡിലെ ഗാരേജിലും വിശ്രമമുറിയിലും ജീവനക്കാരും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. പുതുക്കി പണിയാനായി പൊളിച്ചിട്ടിട്ട് 7 കൊല്ലം കഴിഞ്ഞാണ് ഈ കാണുന്ന പാലക്കാട് KSRTC ഡിപ്പോ യാഥാർത്ഥ്യമായത്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 8 കോടിയിലധികം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടനത്തിന് ശേഷം സ്റ്റാൻഡ് യാത്രക്കാർക്ക് തുറന്നു കൊടുത്തെങ്കിലും പുതിയ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് മാത്രം യാത്രക്കാർക്ക് പ്രവേശനമില്ല. കേരളത്തിൽ തന്നെ ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിൽ മനോഹരമായ ഒരു KSRTC ബസ് സ്റ്റാൻഡ് മറ്റെവിടെയും നിർമ്മിച്ചിട്ടില്ല. അത്തരത്തിൽ നിർമ്മിച്ച ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയം തുറന്നു കൊടുക്കാത്തത് വലിയ പ്രതിഷേധാത്മകമായ ഒരു വിഷയം തന്നെയാണ്. ഭിന്നശേഷിക്കാരുൾപ്പെടെ സ്റ്റാൻഡിലെത്തുന്ന എല്ലാ യാത്രക്കാരും ഇപ്പോഴും പഴയ കംഫർട്ട് സ്റ്റേഷനിലെത്തിയാണ് കാര്യം സാധിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പലകുറി പല രീതിയിൽ സമരം നടന്നു. പക്ഷേ ഇപ്പോഴും ശൗചാലയം ഈ രീതിയിൽ ഒരു നിധി പോലെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഇവിടെ തുറന്നു തരാനോ ഇത് ശ്രദ്ധിക്കേണ്ട മുനിസിപ്പാലിറ്റിയോ ഇതിനെതിരെ ഒരു നടപടി എടുത്തില്ല. സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണ സമയത്ത് ജീവനക്കാർക്കും ഒട്ടേറെ വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു. ഡിപ്പോയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഗാരേജിലെ കാഴ്ചയിൽ മനസ്സിലാക്കാം ജീവനക്കാരോട് എത്രമാത്രം അധികൃതർ നീതി പുലർത്തിയെന്ന്. ശരിക്കും പാലക്കാട് ഡിപ്പോയിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ട് സർവീസ് നടത്താൻ പറ്റുന്ന രീതിയിലാണ് പാലക്കാട് ഗ്യാരേജിൽ വെള്ളക്കെട്ട് കിടക്കുന്നത്. ഇവിടെയുള്ള മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ പണിയെടുക്കുന്നത്. യാത്രക്കാർക്ക് മാത്രമല്ല ജീവനക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പാലക്കാട് ഡിപ്പോയിൽ അധികൃതർ ഒരുക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണിത്. ഏകദേശം 88-ലധികം സർവീസുകൾ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഈ ഡിപ്പോയിലെ ഈ വിശ്രമ മുറിയിൽ ആകെയുള്ളത് 2 ബാത്റൂമുകളാണ്. ആ ബാത്റൂമുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹോളിന് അകത്തുള്ളത്. ഇതാണ് ഈ ബാത്റൂമുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ബാത്റൂം ഇവിടെയുമുണ്ട്, ഒരു ബാത്റൂം തൊട്ടപ്പുറത്തുമുണ്ട്. 40 ജീവനക്കാർ എല്ലാ ദിവസവും രാവിലെ ഈ ഡിപ്പോയിൽ വിശ്രമിക്കാനായി ഉണ്ടാവും. ഇവർക്ക് എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ആകെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ 2 ബാത്റൂമുകൾ മാത്രമാണ്. ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറ് ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. 11,40,000 രൂപ അന്ന് പാസ്സാക്കുകയും ചെയ്തതാണ്. പക്ഷേ 1.5 വർഷം പിന്നിട്ടിട്ടും ജീവനക്കാരുടെ അവസ്ഥ ദയനീയ അവസ്ഥയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും സ്റ്റാൻഡിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിന് അധികൃതർക്ക് പല ന്യായങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ അതൊന്നും തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പരിഹാരമല്ലെന്നാണ് യാത്രക്കാരും ഡിപ്പോയിലെ ജീവനക്കാരും ഒരുപോലെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ, കോടികൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റാൻഡിലെ ശുചിമുറി തുറന്നു കൊടുക്കാത്തതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ഡിപ്പോയിലാണ്. ഏകദേശം ഷാഫി പറമ്പിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 8 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ് എനിക്ക് പിറകിൽ ഈ കാണുന്നത്. ഇതിനകത്താണ് ശൗചാലയങ്ങൾ, നമ്മളിപ്പോൾ അടഞ്ഞു കിടക്കുന്ന ആ ശൗചാലയങ്ങൾ കണ്ടത്. ഒരു യാത്രക്കാരന് പോലും അതിനകത്തുള്ള ശൗചാലയം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. 2 നിലകളിൽ ശൗചാലയങ്ങളുണ്ട്, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഈ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ അടിമുടി പ്രശ്നങ്ങൾ മാത്രമുള്ളൂ. യാത്രക്കാർക്കായിക്കോട്ടെ ജീവനക്കാർക്കായിക്കോട്ടെ എല്ലാവർക്കും പ്രശ്നങ്ങൾ മാത്രം. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് പാലക്കാട് KSRTC ഡിപ്പോയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗാരേജിലെ ജീവനക്കാരാണ്. ഈ ഗാരേജിലേക്ക് പെട്ടെന്നാണ് ഓടിക്കയറി പോകാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഭാഗം നേരാക്കാത്തത് കൊണ്ട് സ്വാഭാവികമായി ഉണ്ടായ ഒരു കുളമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളക്കെട്ടായി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൃശ്യങ്ങളിൽ. ഇവിടെ ജീവനക്കാർ അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടിലൂടെയും അതുപോലെ തന്നെ ഈ ചളിയിലൂടെയും എല്ലാം കിടന്നുകൊണ്ട് അവർക്ക് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഒരു നിമിഷം ഞാൻ ദൃശ്യം തന്നെ കാണിച്ചു തരാം. ഈ ഗാരേജിനകത്തെ ഈ റാമ്പിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. ബസ്സുകളെല്ലാം കയറി വരേണ്ടത് ഈ വഴിക്കാണ്. ഈ ചളിയിലൂടെ ബസ് കയറ്റി നേരെ കയറി പോകുന്നതാണ് ഈ റാമ്പ്. ഇതിനകത്ത് കിടന്ന് വേണം ഈ ജീവനക്കാർക്ക് മുഴുവൻ ജോലി ചെയ്യാൻ. അതായത് ഈ ചളിയിൽ കിടന്ന് അവർ ജോലി ചെയ്താൽ മാത്രമേ പാലക്കാട് ഡിപ്പോയിലെ KSRTC ബസ്സുകൾ ഓടുകയുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ജീവനക്കാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ.
അതെ, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം കേരളത്തിലെ ഡിപ്പോകളിൽ ഏറ്റവും ശോചനീയാവസ്ഥയുള്ള ഒരു ഡിപ്പോ, എല്ലാ ഡിപ്പോകളും ഏകദേശം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഏറ്റവും മോശം ഡിപ്പോയിൽ ഒന്നായിട്ട് പാലക്കാട് ഡിപ്പോ മാറിയിരിക്കുകയാണ്. ഇവിടെ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നു, ഒരുപാട് ഫണ്ട് അതിനുവേണ്ടി ചെലവഴിച്ചു. പക്ഷേ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ അത് തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ജീവനക്കാർക്ക് പണിയെടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സൗകര്യവും നമ്മുടെ ഈ പാലക്കാട് ഡിപ്പോയിലില്ല. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ചളിയിലൂടെ ബസ് കയറി വരുന്നു. ആ ചളിയിൽ കടന്നല്ലേ ഈ ജീവനക്കാർ? അതെ, ഈ ചളിയിൽ കിടന്ന് പണിയെടുക്കുന്നത് മാത്രം ജീവനക്കാരുടെ ബുദ്ധിമുട്ടും അതുകൂടാതെ തന്നെ ബസ്സുകൾക്കും ഒരുപാട് മെയിൻ്റനൻസ് പ്രശ്നം വരുന്നുണ്ട്. കാരണം ആ കല്ലും കട്ടയൊക്കെ ആയിട്ട് കിടക്കുന്നതിൽ കൂടെയാണ് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ആ മാറ്റുന്ന സമയത്ത് ബസ്സിൻ്റെ ടയറിന് പ്രശ്നങ്ങൾ വരും, അതുപോലെ തന്നെ ലീഫ് സെറ്റ് പ്രശ്നം വരും. ഇങ്ങനെ ബസ്സിൻ്റെ ഡാമേജും ഡിപ്പോയിൽ കൂടുകയാണ്. അതുപോലെ തന്നെ ജീവനക്കാർ നിരവധി പേരാണ് ഈ ഗ്യാരേജിൽ തെന്നി വീണിട്ടും അങ്ങനെയൊക്കെ പരിക്ക് പറ്റിയിട്ട് മെഡിക്കൽ ലീവിൽ എടുത്ത ആളുകൾ. ഗ്രൗണ്ടിൽ പോലും ഇല്ലാത്ത മാലിന്യമാണല്ലോ ഇവിടെ കിടക്കുന്നത് ഈ ഗ്യാരേജിൽ. കൂടുതലാണ്. ഇത് നമ്മൾ മറ്റേ KSC എംപ്ലോയീസ് അങ്ങനെ നേതൃത്വത്തിൽ ഇത് നമ്മൾ പരാതി പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെയുള്ള കുറച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു മഴ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ തരത്തിലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് അഭിമാനത്തോടെയും സുരക്ഷിതത്തോടുകൂടിയും അവിടുത്തെ ഗ്യാരേജിലുള്ള ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പാലക്കാട്. കാലിനൊക്കെ അസുഖങ്ങൾ വരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഈ പനി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇതിൽ എന്തെല്ലാം മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇവിടെ കിടന്ന് ഈ പണിയെടുക്കുന്നു. പണിയെടുക്കാന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ വേറെ വഴിയില്ലല്ലോ. സൗകര്യം ഇല്ലാതാകുമ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ഈ വണ്ടികൾ ഇപ്പോൾ ഇല്ലാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ വണ്ടികൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ചളി കിടന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ചളി കിടന്ന് വർഷങ്ങളായിട്ട് ചളിയല്ല മൂത്രം അവിടെ നിന്ന് ഒഴിച്ച് വരുന്നത്. ഈ മഴക്കാലമായ അവിടെ കിടന്ന് അവിടെ ഞങ്ങൾ പോയി നോക്കിയില്ലല്ലോ. ഇതിലേ അവിടുത്തെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് അതിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. ഞങ്ങളിപ്പോൾ ഇവിടെയുള്ള ഒരു ജീവനക്കാരൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ഇതാണ് ഇന്ന് റാമ്പാണ് കണ്ടോ പോലെ ഇത് വർക്ക് ചെയ്യുന്ന സെക്ഷനാണ്. ഈ കാണുന്ന ഈ ഗ്യാരേജിന് തൊട്ടുപ്പുറത്താണ് ഇവിടെയാണ് ഈ ബസ്സുകൾ വാഷ് ചെയ്യുന്ന ഒരിടം എന്ന് പറയുന്നത്. ഇവിടെയാണ് വാഷ് ചെയ്യുന്നത്. ഇവിടെ രാത്രി കാലങ്ങളിൽ ലൈറ്റിൻ്റെ കുറവ്, ഇവിടെ പായൽ പിടിക്കും മഴക്കാലമായ. ഇവിടെ ആൾക്കാർ നമ്മുടെ ജീവനക്കാർ നൈറ്റ് വരുന്നവർ വന്ന് ഇവിടെ കഴുകാൻ വരും. പാർക്ക് അവിടെ വഴിക്ക് 3 പേര് ഇവിടെയാണ് ബാത്റൂം. നേരെ ആ ഗ്യാരേജിൽ പുറകിൽ ആൾക്കാർ മൂത്രമൊഴിക്കും. മഴ വന്നാൽ അത് ഒഴുകി താഴേക്ക് വരും. അത് മൊത്തത്തിൽ മൂത്രമൊഴിക്കും. ഇവിടെ 3 ജീവനക്കാർ വീണ്. ഇവിടെ അവർ 3 ആളിൽ ഒരാളിപ്പോൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ റെസ്റ്റായി കിടക്കും, കൈകാലം ഒടിഞ്ഞിട്ട്. കണ്ടില്ല ഇതിൻ്റെ കോലം കണ്ടോ? ഇതാ ഇവിടെ എങ്ങനെയാണ് വീഴാതിരിക്കുക? അത്രയും ചളിയും മൂത്രവും അടിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഈ KSRTC ബസ്സുകൾ ഈ ജീവനക്കാർ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വെച്ച് വാഷ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് അപകടങ്ങൾ തുടർക്കഥയാണ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇപ്പോഴും നിരവധി ജീവനക്കാർ ഇപ്പോഴും ആശുപത്രിയിലും അതുപോലെ തന്നെ വീട്ടിലും ചികിത്സയിലാണ്. ഇവിടെ എന്തോ ഒരു ഇതിൽ ഇവിടുത്തെ വേസ്റ്റിനിടയിൽ ഒരു കരിമ്പ് ഉൾപ്പെടെ ഇവിടെ മുളച്ചു കിടക്കണം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ ഒരു ദുരവസ്ഥ നിറഞ്ഞ രീതിക്ക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ രീതിക്കാണ് പാലക്കാടുള്ളത്. ഒന്ന്, കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റുകൾ യാത്രക്കാർക്ക് തുറന്നു കൊടുക്കുന്നില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ യാത്രക്കാർ പലരും ഇതേപോലെയുള്ള ഇടങ്ങളിൽ വന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. ആ വെള്ളം കൂടി ഒഴിച്ചാണ് ഗ്യാരേജിലേക്ക് പോകുന്നത്. അവിടെ ജീവനക്കാരും ബുദ്ധിമുട്ടുന്നു. അതെ അരുൺകുമാർ, തീർച്ചയായും ആ ശൗചാലയങ്ങൾ തുറന്നു കൊടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള യാത്രക്കാർക്ക് ഈ ഗ്യാരേജിനെ മറപറ്റിക്കൊണ്ട് മൂത്രം ഒഴിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കാര്യം സാധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എന്താണ് ബോധ്യപ്പെട്ടത്? ഒരു ഉത്തരവുമില്ല. അധികൃതർക്ക് ആർക്കും ഒരു ഉത്തരം പോലും ഈ മുനിസിപ്പാലിറ്റിയുടെ കാണാം. ഇക്ബാൽ അങ്ങോട്ട് പോകൂ.